ഇതുപോലുള്ള ഒരു ഇൻ്റർവ്യൂവിൽ സ്ത്രീകൾക്ക് ഖുർആൻ പഠിപ്പിക്കുന്ന സ്ഥാപനത്തിലെ പ്രധാന അധ്യാപികയോട് ഇൻ്റർവ്യൂ ചെയ്യുന്ന ആൾ അവരുടെ ജീവിതത്തിൽ അധ്യാപന ജീവിതത്തിലുണ്ടായ എന്തെങ്കിലും വിചിത്രമായ ഒരു അനുഭവം പറയുന്നുണ്ട്. ആ സമയത്ത് അവരൊരു അനുഭവം പറയുന്നുണ്ട്. ഒരു 5-8 വർഷങ്ങൾക്ക് മുമ്പ് അവരുടെ അടുക്കൽ ഖുർആൻ പഠിക്കണമെന്നുള്ള ആഗ്രഹമായിട്ടൊരു പെണ്ണുങ്ങൾ വന്നു. ആ പെണ്ണുങ്ങളുടെ വയസ്സ് 74 ഉണ്ടായിരുന്നു ആ സമയത്ത്, വരുന്ന സമയത്ത്. പക്ഷെ ഭയങ്കര ആഗ്രഹത്തോടു കൂടിയും താല്പര്യത്തോടുകൂടിയും വന്നുകൊണ്ട് തിരിച്ചയക്കാൻ പറ്റിയില്ല, സാധിച്ചില്ല. കാരണം അത്രയും ആഗ്രഹമുണ്ട്. അതുകൊണ്ട് തന്നെ അവർ അഡ്മിഷൻ കൊടുത്തു, പഠിപ്പിച്ചു. എന്നിട്ട് ഈ അധ്യാപിക പറയാണ്, ഏകദേശം 6 വർഷം കൊണ്ട് അവർ മെനക്കെട്ട് അധ്വാനിച്ച് പരിശുദ്ധ ഖുർആൻ ആദ്യം മുതൽ അവസാനം വരെ കാണാപ്പാഠം പഠിച്ചു. പാസ്സാകുമ്പോൾ ഏകദേശം അവർക്ക് എത്ര വയസ്സായി? 80 വയസ്സായി. 80 വയസ്സായപ്പോൾ 74 വയസ്സിൽ തുടങ്ങി 80 വയസ്സിൽ അവർ ഖുർആൻ ഫുള്ള് ഹാഫിളത്തായി. സർട്ടിഫിക്കറ്റൊക്കെ വാങ്ങിച്ച് അവർ തിരികെ പോയി. ഈ സ്ത്രീ പറയാണ്, കുറച്ച് നാളുകൾക്ക് ശേഷം ഞാൻ അവരെ വീണ്ടും കണ്ടു. അപ്പോൾ ഞാൻ അവരുമായിട്ട് സംസാരിച്ച് അവരെ കൊണ്ട് ഖുർആൻ ഓതിപ്പിച്ചപ്പോൾ കുറേ ഭാഗങ്ങളൊക്കെ അവർക്ക് കുറച്ച് മറന്നു തുടങ്ങിയിരുന്നു. ഞാൻ പറഞ്ഞു, ഒന്നുകൂടി നമുക്ക് ഒന്ന് ദൗറ ചെയ്യാം, ഒന്ന് ആവർത്തിച്ച് ഖുർആൻ ഒന്നുകൂടി ക്ലിയർ ആക്കാം. അങ്ങനെ അവർ വീണ്ടും എൻ്റെ അടുക്കൽ വന്ന് ദൗറ ചെയ്യാൻ വേണ്ടി ആരംഭിച്ചു. അങ്ങനെ അലിഫ് ലാം മീം മുതൽ സൂറത്തുൽ ബഖറ മുതൽ ഞങ്ങൾ ദൗറ ആരംഭിച്ചു. ഏകദേശം സൂറത്തു ഹൂദ് എത്തിയപ്പോഴേക്കും അവർ മരണപ്പെട്ടു. 74-ാമത്തെ വയസ്സിൽ ഖുർആൻ പഠനം ആരംഭിച്ചു. 80-ാമത്തെ വയസ്സിൽ ഹാഫിളായി. അത് ക്ലിയറാക്കാൻ വേണ്ടി ഒന്നുകൂടി വന്ന് പഠനം തുടങ്ങി. സൂറത്തുൽ ഹൂദ് എത്തിയപ്പോഴേക്കും അവർ എന്നേക്കുമായി അള്ളാഹുവിൻ്റെ അടുക്കലേക്ക് പോയി. നമുക്കറിയാം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വഹി ലഭിക്കുന്നത് 40-ാമത്തെ വയസ്സിലാണ്. അതായത് ആദ്യമായിട്ട് നബിതങ്ങൾ ഖുർആൻ കേൾക്കുമ്പോൾ 40 വയസ്സ് കഴിഞ്ഞിരുന്നു. നബിതങ്ങളെക്കാട്ടി 2 വയസ്സ് കുറവാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. അബൂബക്കർ സിദ്ദീഖ് ആദ്യമായിട്ട് ഖുർആൻ കേൾക്കുമ്പോൾ ഏകദേശം 38 വയസ്സായിട്ടുണ്ട്. നബിതങ്ങൾ വഫാത്താകുന്നത് 63-ാമത്തെ വയസ്സിലാണ്. വഫാത്താകുന്നതിന് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ് അവസാനത്തെ ആയത്തിറങ്ങുന്നത്. അപ്പോൾ എപ്പോഴാണ് റസൂലുള്ള ഖുർആൻ ഫുള്ളായിട്ട് ഹാഫിളായതെന്ന് ചോദിച്ചാൽ 63-ാമത്തെ വയസ്സിലാണ് റസൂലുള്ള ഹാഫിളാകുന്നത്. 60 വയസ്സ് ശേഷമാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഹാഫിളാകുന്നത്. പറഞ്ഞു വരുന്നത്, എന്തുകൊണ്ട് ഖുർആൻ പഠിച്ചില്ല എന്ന് നാളെ ഖിയാമത്ത് നാളിൽ അള്ളാഹു നമ്മോട് ചോദിക്കുമ്പോൾ, ചെറുപ്പകാലത്ത് അതിനുള്ള സൗകര്യം ലഭിച്ചില്ല പടച്ചോനെ, പിന്നീട് ബോധോദയം ഉണ്ടാകുമ്പോഴേക്കും പ്രായമായിപ്പോയി, വയസ്സായിപ്പോയി, പിന്നീട് അതൊന്നും സാധിച്ചില്ല എന്ന് പറയാനാണ് നമ്മുടെ ഉദ്ദേശമെങ്കിൽ, അങ്ങനെയുള്ള ഒരു മറുപടിയാണ് നമ്മൾ കണ്ടെത്തി വെച്ചിരിക്കുന്നതെങ്കിൽ ആ മറുപടിക്ക് യാതൊരു സ്ഥാനവുമില്ല. അത് യാതൊരു സ്വീകാര്യതയും നാളെ ഖിയാമത്ത് നാളിൽ ഉണ്ടാവില്ല. പ്രായം ഒരിക്കലും ഖുർആൻ പഠിക്കുന്നതിന് അന്നും തടസ്സമായിട്ടില്ല, ഇന്നും തടസ്സമായിട്ടില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. അത് പറയാനാണ് ഇത്രയും പറഞ്ഞത്.